നമസ്കാരം. V9 ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അധ്വാനത്തിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ഓർമ്മപ്പെടുത്തി സാർവദേശീയ തൊഴിലാളി ദിനാഘോഷം. നാടെങ്ങും വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ മെയ് ദിന പരിപാടികൾ. വടക്കാഞ്ചേരിയിൽ സംയുക്ത ഇടതുപക്ഷ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സാഹോദര്യത്തിന്റെ മാതൃകാ സന്ദേശവുമായി കരുമത്രയിൽ വേറിട്ട പരിപാടിയുമായി മഹാത്മാ സ്വയം സഹായ സംഘം മേഖലയിലെ മുതിർന്ന തൊഴിലാളികൾക്ക് ആദരമൊരുക്കി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. INTUC മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിലും മെയ് ദിനാചരണം നടത്തി. ജില്ലാ സെക്രട്ടറി AT ജോസ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മമ്മിയൂരിൽ ഫ്ളാറ്റിൽ ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം. ഫ്ളാറ്റ് കെയർടേക്കർ ഉൾപ്പെടെ ജീവനക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ജീവനക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്ത്. ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ കരടി ഭീതി. റോഡിലൂടെ ഓടിമറയുന്ന കരടിയുടെ ദൃശ്യങ്ങൾ പുറത്തായി. സഞ്ചാരികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. വലിയ ആശങ്കയിൽ നാട്ടുകാർ. കാൽനട വാഹന യാത്രികർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം. ആദായനികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ്. കേന്ദ്ര അധികാരം ഉപയോഗിച്ച് പാർട്ടിയെ വേട്ടയാടുകയാണെന്നും കുറ്റപ്പെടുത്തൽ. പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രം. തെറ്റായ വാർത്തകൾ പ്രതിഷേധാർഹമെന്നും CPM ജില്ലാ സെക്രട്ടറി. ഡ്രൈഡേ ദിവസങ്ങളിലും മറ്റുമായി അനധികൃത മദ്യവിൽപ്പന നടത്തിയിരുന്നയാളെ കൊടുങ്ങല്ലൂർ എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എടവിലങ്ങ് കാര സ്വദേശി വിശ്വംഭരനെയാണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 22 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിത്തൊടി വീട്ടിൽ 78 വയസ്സുള്ള സത്യഭാമയുടെ മൃതദേഹമാണ് വീടിനുള്ളിൽ കണ്ടെത്തിയത്. 2 ദിവസമായി വീട് അടഞ്ഞുകിടക്കുന്നത് കണ്ട് അന്വേഷിക്കാനെത്തിയ നാട്ടുകാരാണ് മരണവിവരം പുറത്തുവിട്ടത്. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുന്നു. വ്യാഴാഴ്ച വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണെന്നും മുന്നറിയിപ്പ്. സൂര്യാഘാതവും സൂര്യാതാപവും ഏൽക്കാൻ സാധ്യത കൂടുതൽ. പൊതുജനങ്ങളും ഭരണ സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം.